നമസ്കാരം. ദേവരാജശ്രീയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കഥ പറയാനല്ല വന്നിരിക്കുന്നത്. പകരം പ്രേക്ഷകരെയും കൊണ്ട് ദേവരാജശ്രീ ഇന്നൊരു യാത്ര പോവുകയാണ്. ദേവരാജശ്രീയുടെ കാരണഭൂതനായ പ്രിയപ്പെട്ട ദേവരാജൻ മാസ്റ്ററുടെ ജന്മനാട്ടിലേക്ക്, മാസ്റ്റർക്ക് ജന്മം നൽകിയ കൊല്ലം ജില്ലയിലെ പരവൂരിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. തിരുവനന്തപുരത്ത് നിന്നും തീരദേശ റോഡ് വഴിയാണ് നമ്മൾ പരവൂരിലേക്ക് പോയത്. പോകുന്ന വഴി സുന്ദരമായ ബീച്ചുകളുണ്ട്. പിന്നെ ചരിത്രമുറങ്ങുന്ന അഞ്ചുതെങ്ങ് കോട്ടയും കായിക്കര കുമാരനാശാൻ സ്മാരകവും കാപ്പിൽ ബീച്ചും എല്ലാം കണ്ടാണ് പരവൂരിലെത്തിയത്. നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം പരവൂർ ജംഗ്ഷനിൽ നിന്നും 850 മീറ്റർ മാത്രം അകലെയുള്ളതാണ്. പരവൂർ പാരിപ്പള്ളി റോഡിൽ ഒല്ലാൽ ലെവൽ ക്രോസിന് സമീപമാണ് എത്തിച്ചേരേണ്ടത്. പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണെങ്കിൽ 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരവൂരിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വിശേഷം. ദേവരാജൻ മാസ്റ്റർ മ്യൂസിയവും പഠന ഗവേഷണ കേന്ദ്രവും. ഇത് ദേവരാജൻ മാസ്റ്ററുടെ ജന്മനാട്ടിൽ മാസ്റ്റർക്ക് വേണ്ടി പരവൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒല്ലാൽ ലെവൽ ക്രോസിന്റെ അടുത്തായിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു സംഗീത സംവിധായകന്റെ പേരിൽ ആദ്യമായിട്ടാണ് ഒരു മ്യൂസിയം. മാത്രമല്ല ഇത് ലോകത്തിൽ 3ാമത്തേതാണ്. മാസ്റ്ററുടെ സ്വകാര്യമായി മാസ്റ്റർ സൂക്ഷിച്ചിരുന്ന സംഗീത ഉപകരണങ്ങൾ, മാസ്റ്ററുടെ നൊട്ടേഷൻസ്, അങ്ങനെ ഒരു വലിയ ചരിത്രം തന്നെ ഈ മ്യൂസിയത്തിനകത്തുണ്ട്. സംഗീത വിദ്യാർത്ഥികളും സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും, മാസ്റ്ററെ ഇഷ്ടപ്പെടുന്നവരും എല്ലാം ഇത് വന്ന് കാണേണ്ട ഒരു മ്യൂസിയം തന്നെയാണ്. നമ്മളെ കാത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മാസ്റ്റർ മകനെ പോലെ കണ്ടിരുന്ന, മാസ്റ്ററുടെ ചിതയ്ക്ക് തീ കൊളുത്തിയ, മാസ്റ്ററോടൊപ്പം സന്തത സഹചാരിയായി ഒരുപാട് നാളുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി ഈ മ്യൂസിയത്തിലുള്ളത്. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. കാരണം മാസ്റ്ററുടെ ഒരു പ്രസൻസ് നമുക്കിവിടെ ഫീൽ ചെയ്യും, നമുക്കതെല്ലാം കേട്ട് കഴിയുമ്പോൾ. അപ്പോൾ അത് ആരാണെന്ന് വെച്ചാൽ സുപരിചിതനാണ്, ശ്രീ മധു ആണ് നമുക്ക് ഇത് പറഞ്ഞു തരാൻ ഈ മ്യൂസിയത്തിലുള്ളത്. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിലേക്ക് കടക്കാം. നമുക്കതിലുള്ള വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കാണാം. മ്യൂസിയം കാണാൻ വന്നല്ലേ? അതെ. സംഗീതവുമായിട്ട് നല്ല സ്നേഹമുള്ളവർക്ക് പറ്റിയ ഒരു മ്യൂസിയമാണ്. അതെ, വന്നപ്പോ തന്നെ നല്ല ഒരു പോസിറ്റീവ്. ഇത് പിന്നെ പരവൂരിന്റെ ആൾക്കാരുടെ ഒരു സ്നേഹ സമ്മാനം കൂടാണത്. അതെ, നമുക്കൊരു ഒരു ഒരു ഓർഡറിലാണ് ഇങ്ങനെ അതെല്ലാം കാണണം, അതുകളെല്ലാം അതെ, പറഞ്ഞു പ്രേക്ഷകർക്ക്. ഇത് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ദേവരാജൻ മാസ്റ്ററിന്റെ പിതാവാണ് കൊച്ചു ഗോവിന്ദൻ ആശാൻ. അദ്ദേഹത്തിനാണ് ഇവിടെ തുടക്കം. ഫോട്ടോ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇദ്ദേഹം കേരളത്തിലെ നല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ മികച്ച മൃദംഗവാദകനാണ്. മൃദംഗം മാത്രമല്ല, വായ്പാട്ടിലും. പക്ഷെ അദ്ദേഹം പിന്നെ സ്പെഷ്യലൈസ് ചെയ്തത് മൃദംഗത്തിലായിരുന്നു. മാസ്റ്ററുടെ ഗുരു കൂടെ. അതെ അതെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെറുതിലെ പഠിപ്പിക്കുമായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ മാസ്റ്റർ കേട്ടു പഠിച്ചതാണിത്. അല്ല ഔപചാരികമായിട്ടൊരു സംഗീത അഭ്യസനം അങ്ങനെ ശീലിച്ചിട്ടില്ല. അച്ഛനെന്ന് കേട്ടു പഠിച്ചതാണ്. ഇനി അമ്മ നല്ലൊരു വീട്ടമ്മയാണ്, കൊച്ചു കുഞ്ഞെന്നാണ് പേര്. നല്ല പാചകമാണ്. അതുപോലെ ഈ കണി കാണുന്ന നേരം ഞാൻ കണ്ടിട്ടില്ല. കണി കാണുന്ന നേരം എന്നൊരു പാട്ടില്ലേ? കണി ഞാൻ പാടാറുണ്ട്. ഒന്ന് പാടിയത് പാട്ടാ. ആ സിനിമയിലെ പാട്ട് ഇതെങ്ങനെ മാഷ് ഉണ്ടാക്കിയെന്നറിയാമോ? ഓമനക്കുട്ട സിനിമയിലെയാണ്. അമ്മ ഡെയിലി ചൊല്ലുന്ന കീർത്തനം അത്. ഈ കീർത്തനം കേട്ട് അമ്മ എടുത്ത് പാടാൻ പറഞ്ഞു. അമ്മ പാടുന്ന വേറൊരു രീതിയാണ്. ഇതേ വരികൾ ഇതാണ്, അമ്മ പാടുന്ന വേറൊരു രീതിയാണ്. അമ്മ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ അമ്മ എടുത്ത് പറയും, അമ്മ അത് കേട്ടിട്ട് അതിൽ നിന്നാണ് മാസ്റ്റർ പ്രചോദനം. ഒരു ഭക്തി ഗാനം, ഒരു പരമ്പരാഗത ഗാനമാണ്. പിന്നെ അതേ കണക്ക് വേറെ ഒരെണ്ണമുണ്ട്.
അർക്ക സൂര്യ ദിവാകര, സൂര്യന്റെ പര്യായപദമാണ്. ഭുവനത്രയത്തിന് നായക, ഇത് കൊയറിലൊരു പാട്ടാണ്. മാസ്റ്ററുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതും അമ്മ പാടി കേട്ടതാണ്. അപ്പൊ ഈ ജന്മന ഉള്ള അച്ഛനും അമ്മയെന്നും ആർജിച്ചെടുത്ത സംഗീതമാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് എന്നെ പോലെ പ്രേക്ഷകർക്കും എന്തായാലും അതെ അതെ അതെ, അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇനി ഇത് അച്ഛൻ അമ്മ മകൻ കൗമാരത്തില് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ നല്ല സംഗീത വാസന ഉണ്ടാകുമായിരുന്നു, കച്ചേരികളൊക്കെ നടത്തുമായിരുന്നു. ഒരു അഡ്വക്കേറ്റ് ആക്കണമെന്നാണ് ആഗ്രഹം. അച്ഛൻ്റെ ആഗ്രഹം ഇത് അഡ്വക്കേറ്റ് ആക്കണമെന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് BA പഠിച്ച് എഞ്ചിനീയറിങ്ങിന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ സാഹചര്യം ലോ പഠിക്കാനേ പോയില്ല, അങ്ങനെ പോയില്ല. ഇനി നമുക്ക് അങ്ങനെ സംഗീതമെല്ലാം കഴിഞ്ഞ് കച്ചേരികൾ അവതരിപ്പിച്ചപ്പം തിരുവനന്തപുരത്ത് ONV സാറിൻ്റെ മുറിയിൽ അദ്ദേഹം ഒരു ദിവസം ചെന്നപ്പോൾ ഒരു പുസ്തകം കിട്ടി. അതിലൊരു പാട്ടെടുത്തിട്ട് കച്ചേരിയുടെ ഇടയ്ക്ക് പാടാനായിട്ട് ചെയ്തതാണ്. പൊന്നരിവാളം ഒന്ന് പാടി, എനിക്ക് പാടാറുണ്ട്. ആ പാട്ട് രൂപം കൊണ്ട് അതിൻ്റെ അപ്പോൾ ആ പാട്ട് AKG ജയിൽ മോചിതനായിട്ട് വന്നപ്പോൾ കൊല്ലം SM കൊല്ലം ആ പാട്ട് പാടാൻ പറഞ്ഞു. ആ പാട്ട് കേട്ടിട്ടാണ് KPSC ഉണ്ടാക്കിയ ജനാർദ്ദനക്കുറുപ്പ് സാർ അന്നേരം ഉണ്ടായിരുന്നു. ഈ പാട്ട് ദേവരായ മാസ്റ്റർ അറിയാതെ അവരുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിൽ ചേർത്ത്. അങ്ങനെ ജീവിതം മാറി മറിയുകയായിരുന്നു. അതാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. രചയിതാവ്, ഗാനരചയിതാവ്, അതിൻ്റെ നാടകകൃത്ത് ദേവരായ മാസ്റ്റർ. അങ്ങനെ ഒരു യുഗം പൊന്നരിവാൾ അമ്പളി വിടരുവാണ്. അങ്ങനെ വന്ന് ആ KPSCയിലൊരു ഒരു കൂട്ടായ്മയാണ്. കാമ്പിശ്ശേരി കരുണാകരൻ, KS ജോർജൊക്കെ വളരെ ചെറുപ്പത്തിലുള്ള പടങ്ങളാണ് അതൊക്കെ. KPSC കൂട്ടായ്മയാണ്. ഇനി അങ്ങനെ പാട്ട് നാടകത്തിലൂടെ നമ്മൾ പല പാട്ടുകളും കേട്ട് കാലം മാറുന്ന സിനിമയിൽ കയറി അതിനെ തുടർന്ന് അത് ONV സാറാണ്. വയലാറുമായിട്ട് ആദ്യം കൂട്ടിയതൊരു ഇതാണ്. രണ്ടാമത്തെ രചയിതാവാണ് ചതുരംഗം. അത് അന്നത്തെ 59 അന്നത്തെ 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നു. EMS മുഖ്യമന്ത്രി പൂജയ്ക്ക് വന്നതാണ്. പ്രേംനസീറിന്റെ അനിയൻ പ്രേംനവാസാണിത്. കണ്ടോ? പ്രേംനവാസ്. അതെ. അപ്പൊ മാസ്റ്റർ അന്നത്തെ പൂജയ്ക്ക് വന്നപ്പോ കാറ്റേവ കടലേവ പാട്ടൊക്കെ ഇല്ലേ, ML വസന്തകുമാരി, KS ജോർജൊക്കെ പാടി. അത് ഈ സിനിമയിലെയാണ്. അതെ അതെ. മാസ്റ്റർ KPSC ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ONV സാറ്, O മാധവൻ, അങ്ങനെ കുറച്ച് പേര് KPSC മാറിയിട്ട് മാസ്റ്റർ ഒരു സമിതി തുടങ്ങി. മാസ്റ്റർ സ്വന്തമായിട്ട് മാസ്റ്റർ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് പൈസ കൊടുത്തിട്ട് O മാധവനെ സെക്രട്ടറി ആക്കി മാസ്റ്റർ ഒരു സമിതി തുടങ്ങി. ആ നാടക സമിതിയുടെ പേര് കാളിദാസ കലാകേന്ദ്രം. അതിന്റെ അർത്ഥം എന്താണ്? കാളിദാസ കല എന്താണ്? കാളിദാസൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാളിദാസനെ അറിയാം. അദ്ദേഹത്തിന്റെ കല എന്താണ്? അദ്ദേഹത്തിന്റെ എന്താണ് എഴുതിക്കൊണ്ടിരുന്നത്? നാടകം. അപ്പൊ നാടക കേന്ദ്രം, കാളിദാസ കലാകേന്ദ്രം എന്ന് പറയുമ്പോൾ കാളിദാസന്റെ കല നാടകത്തിന്റെ കേന്ദ്രം. അത്രയും ബുദ്ധിശക്തിയുള്ള ഒരു പേരിടുന്ന 60-ൽ രൂപീകരിച്ച ഇത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഫോട്ടോസാണ്. ദേവരായ മാസ്റ്ററുടെ വൈഫ് അവിടെ ഒരു നൃത്തത്തിനായിട്ട് വന്നതാണ്. അവിടെ കണ്ട, അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഒറ്റ നാടകത്തിൽ അഭിനയിച്ചോളൂ. ഡാൻസ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാണ്. അഭിനേത്രിയായി. ഈ നാടകത്തിൽ ഡാൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് വന്നത്. ഇത് കവിയൂർ പൊന്നമ്മ, അതേ ദേവരായ മാസ്റ്ററാണ് കൊണ്ടുവരുന്നത്. അവരെ കൊണ്ട് പാട്ട് നടിയായിട്ടുള്ള ഗായികയായിട്ടാണ് വരുന്നത്. പൂക്കാര എന്നൊരു പാട്ടില്ലേ, അത് പാടി പിന്നെ അഭിനയിക്കുകയും ചെയ്തത്. അപ്പൊ ഇതാണ് മുകേഷിന്റെ അമ്മ വിജയകുമാരി ചേച്ചി. അല്ല, ഇത് ഓമാധവൻ സാറ്, ദേവരായ മാസ്റ്റർ, നാടക സംവിധായകൻ PK വിക്രമൻ നായർ, നമുക്കെല്ലാം അറിയുന്ന മണവാളൻ ജോസഫ്. കണ്ടോ? ഇനി നെല്ലിക്കൂട് ഭാസ്കരൻ, പ്രശസ്ത നടൻ, CO ആൻഡോ. അങ്ങനെ പ്രശസ്തരായിട്ടുള്ള 60-ലൊരു കാളിദാസ കലാകേന്ദ്രം ഗ്രൂപ്പ് ഫോട്ടോ ആണിത്. ഇത് തികച്ചും കണ്ടിരിക്കേണ്ടതാണ്. ഇനി ഇവരുടെ പ്രശസ്തമായ നാട് ഡോക്ടർ സിനിമയാക്കി. ഡോക്ടർ സിനിമയില് അതിന്റെ ചർച്ചയാണ് ഇവിടെ. അതിലെ ഗാനങ്ങൾ എഴുതിയത് ഭാസ്കരൻ മാസ്റ്ററാണ്. വിരലൊന്നു മുട്ടിയാൽ, പിന്നെ കൽപ്പനയാകും യമുന നദി. അപ്പൊ അതിന്റെ തിരക്കഥയൊക്കെ എഴുതിയത് വൈക്കം ചന്ദ്രശേഖരൻ, പ്രശസ്ത നാടകൃത്ത്. ദേവരാമ സംഗീതം. അപ്പൊ എങ്ങനെ പാട്ട് വേണം, എന്തൊക്കെ വേണം എന്നുള്ള രചയിതാവും സ്ക്രിപ്റ്റ് റൈറ്ററും മ്യൂസിക് ഡയറക്ടറും ചർച്ചയാണ്. അപ്പോൾ ഇത് ഡോക്ടർ നാടകം കാളിദാസ കലാകേന്ദ്രത്തിന്റെ നാടകം സിനിമയാക്കി. ഡോക്ടർ ഒരു നാടകമായിരുന്നു, അത് സിനിമയാക്കി. ആ സിനിമയുടെ ചർച്ചയാണ് ഇവിടെ കണ്ടത്.
അതുകൂടെ പാട്ട് പറഞ്ഞു കൊടുക്കുവാണ്. ഡ്യുവറ്റാണ്. കൽപ്പനയാകും യമുനാ നദിയുടെ അക്കരെ അക്കരെ അത് മാസ്റ്റർ പാടിക്കൊടുക്കുന്ന പാടി കേട്ട് ഓരോന്ന് കേട്ട് പഠിക്കുവാണ് ഇവര്. ഇതൊന്നും നമ്മൾ എവിടെയും ഈ പിക്ചേഴ്സ് ഇത് കാണാൻ മാസ്റ്ററിന്റെ പറ്റില്ല. സ്വകാര്യ ആൽബത്തിൽ മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ മാത്രം. അത് മാത്രല്ല ഇത്രയും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേറെ ആരെ കൊണ്ടും പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനല്ലേ പറഞ്ഞു തരേണ്ടത്. ഒരു കഥ കേൾക്കുന്ന പോലെ. ഇത് 63 ഈ ആണ്ട്. അങ്ങനെ നാടകത്തിൽ വന്ന് വിവാഹം. അദ്ദേഹം ജീവിതത്തിലും കൂടെ ക്ഷണിച്ചു. എടുത്തു, ആ, ജീവിത നായികയൊക്കെ എടുത്തു. ലീലാമണി അമ്മ. അങ്ങനെ 1963 കൊല്ലം ശാരദാ മഠത്തിൽ വെച്ച് നടന്ന കല്യാണം. ഇതിന്റെ ഫോട്ടോ എടുത്ത് പ്രശസ്ത നടൻ നെല്ലിക്കോട് ഭാസ്കരനാണ്. നേരത്തെ കണ്ട ആ വ്യക്തി. അതേ ഒരുപാട് സിനിമകളിലുണ്ട് നെല്ലിക്കോട് ഭാസ്കരൻ, എല്ലാവർക്കും അറിയാം. ഈ കാണുന്ന ഫോട്ടോ. അതെ അതെ, ഇതെല്ലാം ആ കല്യാണ ഫോട്ടോ ആണ്. ഇനി ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഇതിനകത്ത് ആരെങ്കിലും അറിയാമോ? ഈ ഫോട്ടോയിൽ എന്തെങ്കിലും ഒരു പരിചയം? ഇത് റെക്കോർഡിംഗ് വേളയാണ്. ജനാർദ്ദനൻ. ആ ഇതാണോ? ഇദ്ദേഹം നടനല്ലെന്ന്. ആ. ഇത് 72 പുറത്തിറങ്ങിയ സിനിമയാണ്. 72 ഇദ്ദേഹം ഒരു മാനേജറാണ്. മലയാള നാട് വീക്കിലിയുടെ പത്രാധിപർ SK നായർ എടുത്ത ആദ്യത്തെ സിനിമ ചെമ്പരത്തിയിൽ ഇദ്ദേഹത്തിന്റെ ചേട്ടൻ നാടകം എന്ന് പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞ് പ്രൊഡക്ഷൻ മാനേജറായിരുന്നു. രാഘവന് സുധീറുമാണ് ചെമ്പരത്തിയിലെ ചക്രവർത്തിനി. അതെ. അപ്പൊ അത് ഒരു റെക്കോർഡിംഗ് വേളയാണിത്. അതിന് ചുമതല വഹിക്കുന്ന ആളാണ്. അന്നത്തെ റെക്കോർഡിംഗ് ആ, ആൾക്കാർ അത് ഇരുന്നിട്ടാണ്. കേട്ട് നോക്കുകയാണ്. ഇതും അതേ കണക്കല്ല. യേശുദാസ് പോലും അക്ഷരം വരാണ്ട് തന്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന് ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുന്ന ബാക്കിൽ നിൽക്കുകയാണ്. അന്നത്തെ ഒരു അവസ്ഥ കണ്ട. അന്ന് തുടക്കക്കാരനാണ്. അതെ അതെ. എങ്ങനെ ഉണ്ട് തന്റെ ശബ്ദം എന്ന് ആകാംക്ഷ ഭദ്രമായി നോക്കി നിൽക്കുന്ന. വയലാർ. അതെ അതെ, ദേവരായ മാസം. അതെ. ഈ പിക്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് സംഘടിപ്പിച്ചെടുത്തത്? ഇത് അമ്മയുടെ ലീലാമണി അമ്മയുടെ ലീലാമണി സൂക്ഷ്മതയാണിത്. മാസ്റ്റർക്ക് ഇങ്ങനെ പ്രൊഡക്ഷൻ അന്ന് ആൽബത്തിലെടുക്കും. ആൽബം എടുക്കുമ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന് കൊടുക്കും. ഇതെല്ലാം ഒട്ടിച്ച് ലേഔട്ട് ചെയ്ത് വെക്കും. കലാകാരിയാണ്. അതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റിയത്. ഇത് ആദ്യത്തെ കുട്ടി ഷർമിള മകളാ. അങ്ങനെ അതെ. ഇന്ന് ഈ കുട്ടി വലിയൊരു കുട്ടിയുടെ കണ്ടല്ലോ, മദ്രാസിൽ വന്ന് കണ്ടല്ലോ. നല്ലോണം പാടും. അറിയാം, പക്ഷെ പാടാൻ ഭയങ്കര പേടിയാണ്. ഇത് കല്യാണ ഫോട്ടോ ആണ്. ഇനി മാസ്റ്ററിന്റെ ഒരേ ഒരു സഹോദരി ഒരേ ഒരു സഹോദരനുമാണ്. ഇത് ഗോമതി എന്ന് പറയും. KSRTCയിൽ സൂപ്രണ്ടായിട്ട് റിട്ടയറായി ആലുവയിലായിരുന്നു, മരിച്ചുപോയി. ഇത് അനിയനും അടുത്ത കാലത്താണ് അടുത്ത ഒരു വർഷം, ഇപ്പൊ ഈ ജനുവരി 14 ഒരു വർഷമാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകിച്ച് ഇദ്ദേഹം പാടും, ഇദ്ദേഹം മ്യൂസിക് ചെയ്യും. പക്ഷേ മാസ്റ്റർ ഇങ്ങനെ നിൽക്കുന്നത് അവരാരും മാസ്റ്റർ മറികടക്കാൻ ആഗ്രഹിച്ചില്ല. അവര് ഉള്ളിൽ സംഗീതം ഒതുക്കി അവരൊക്കെ വലിയ കലാകാരന്മാരായിരിക്കും. അതെ 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 അതെ. ഇനി ഇത് സുശീലാമ്മയ്ക്ക് പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ സംഗീതക്കാർക്കറിയാം എൻ്റെ സ്വരങ്ങൾ എഴുതിയെടുക്കുമ്പോൾ സ്വരസ്ഥാനങ്ങൾ എഴുതിയെടുക്കുവാണ്. അപ്പോൾ അവരത് കുറിച്ചെടുക്കും. ഇന്നത്തെ പോലെയല്ല, അന്ന് അത്രയും ഹാർഡ് വർക്ക് ചെയ്താണ് പാട്ടും പഠിച്ചിട്ടുള്ളത്. ഇത് ഈ സൂസിയിൽ ഒരു പാട്ടാണ്, മാനത്തെ മന്ദാകിനിയിൽ വിടർന്നോർ. ഇതൊരു പാട്ടാണ്. ഇത് മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു തന്നെ എനിക്കിങ്ങനെ ഈ ഫോട്ടോ കണ്ടപ്പോൾ. അവർ സശ്രദ്ധം അത് മാസ്റ്റർ ഹാർമോണിയത്തിൽ വായിച്ച് പാടും. അവരത് അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ അത്രയും പഠിച്ചിട്ടാണ് പാടുന്നത്. അതാണ് ഗാനങ്ങൾ ഇത്രയും നിലനിൽക്കുന്നത്. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, നേരിട്ടൊന്ന് പഠിക്കണം. ഇത് അരക്കില്ലം എന്ന സിനിമ, അരക്കില്ലം, അതിൻ്റെ SL പുരം സദാനന്ദൻ, ചെമ്മീൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ്. ഇത് ശങ്കരൻ നായർ മാസ്റ്ററിൻ്റെ അടുത്ത സുഹൃത്താണ്, സമകാലീനാണ്, തിരുവനന്തപുരംകാരനാണ്. മദനോത്സവമൊക്കെ എടുത്ത ഡയറക്ടർ ശങ്കരൻ നായർ. അവരൊരു ചർച്ച വേണ്ടത് അരക്കില്ല. ഈ ഫോട്ടോ മാസ്റ്ററുടെ ചെന്നൈയിലെ വീട്ടിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. സുശീലാമ്മയ്ക്ക് ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ മ്യൂസിക് യൂണിയൻ കൊടുത്ത ആദരവല്ലേ? അതിനകത്ത് എല്ലാവരും ഉണ്ട്. ഓർക്കസ്ട്ര വായിക്കുന്നവര്, എഴുത്തുകാര്, പാട്ടുകാര് എല്ലാം ഉണ്ട്. അപ്പോൾ ലതാ മങ്കേഷ്കർ, അതാണ് ബാബുരാജ്, PB ശ്രീനിവാസ്, LR അഞ്ജലി, സുശീലാമ്മ, ലതാജി, ബാബുക്ക, മാസ്റ്റർ, ഇങ്ങനെ ഇഷ്ടംപോലെ ലെജൻസ് ഒരുമിച്ചുള്ള ഈ ഒരു ഫോട്ടോ എനിക്ക് തോന്നുന്നു യുണീക്ക് ആണെന്ന് തോന്നുന്നു. വേറൊരു ഫോട്ടോയിലും ഇങ്ങനെ കണ്ടിട്ടില്ല. അപൂർവമായ ഒരു കാഴ്ചയല്ലേ? ഇതുവരെ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിലോ അങ്ങനെയൊന്നും അതാണ് ഈ നിമിഷത്തിന്റെ പ്രത്യേകത. അതാണ് അപൂർവ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ശരിക്കും ഇതൊക്കെ കേട്ടിട്ടേ രോമാഞ്ചം വരുന്നു സത്യമായിട്ടും. ആതിര ചെന്നിന് മറ്റുള്ളവരോട് പറയണം. അതെ, നമ്മുടെ പ്രേക്ഷകര് കാണുവാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ഇത് കാണാൻ വരും. അതിൽ വന്നാലും വലിയ സന്തോഷം.